ഹലോ ഗേയ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു മഷ്റൂം ഗ്രേവി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതേ മഷ്റൂം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിലേക്ക് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം വേണം. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ആദ്യം സവാള നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള വഴന്ന് വരുമ്പോൾ നമുക്ക് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുക. നല്ലവണ്ണം വെന്തതിൻ്റെ ശേഷം അതിലേക്ക് വേണ്ട മസാലകൾ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ ഗരം മസാല, ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ നല്ല കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. നല്ല കളറുണ്ട്. ഞാൻ തന്നെ വാങ്ങി പൊടിച്ചതാണ്. പാക്കറ്റൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് മസാലകളൊക്കെ ഒന്ന് ഇട്ട് ഇളക്കി നല്ലോണം ഒന്ന് പാകമായാൽ മഷ്റൂം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുത്ത് വെള്ളം ഒഴിക്കേണ്ട. മഷ്റൂമിൽ തന്നെ വെള്ളം ഉണ്ടാകും. എന്നിട്ട് നല്ലവണ്ണം കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മഷ്റൂം ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റി ഗ്രേവി പോലെ ആയിട്ടുണ്ട്. വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചത് കേട്ടോ. അതിൽ തന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇത് കുറച്ച് മല്ലിയിലയും വിതറി കൊടുത്തു. നല്ലോണം ഇളക്കി പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മഷ്റൂം ഗ്രേവി.